നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ബ്ലാക്ക് ബോക്സ് എന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇനി ഈ ബ്ലാക്ക് ബോക്സിന്റെ നിറം യഥാർത്ഥത്തിൽ ബ്ലാക്ക് തന്നെയാണോ? ഈ ബ്ലാക്ക് ബോക്സിന്റെ യഥാർത്ഥ പ്രയോജനം അല്ലെങ്കിൽ ഉപയോഗം എന്താണ് യഥാർത്ഥത്തിൽ? അത് എത്തരത്തിലാണ് നമ്മളെ സഹായിക്കുന്നത്? ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ഏക സംവിധാനമാണോ അതോ ഇതിനകത്ത് മറ്റ് സബായിട്ടുള്ള സംവിധാനങ്ങളുണ്ടോ? So let's find out. This is Mr. Infinium with you. You are at Infinium Talks. Let's get started. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ബ്ലാക്ക് ബോക്സ് എന്നത്? ബ്ലാക്ക് ബോക്സ് എന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡർ ബോക്സ് ആണ്. അപ്പം ഈ റെക്കോർഡർ ബോക്സ് എന്ന് പറയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് എന്നാണ് ആക്ച്വലി ഉള്ളത്. അപ്പൊ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ കറുത്ത നിറമുള്ള ഏതോ ഒരു ബോക്സ് എന്ന രീതിയിലായിരിക്കും നമ്മൾ ഇത് മാനിക്കുക. അൺഫോർച്ചുനേറ്റ്ലി അത് തെറ്റാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറാണ് കൃത്യമായിട്ട് ഈ ഒരു ബോക്സിന്റെ കളർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ബോക്സിന് ഇത്തരത്തിലുള്ള കളർ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത്. അവിടെ ഒരുപാട് കരി, അങ്ങനെ കറുപ്പ്, പുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഉപകരണത്തിനും ഈ പറയുന്ന ബ്ലാക്ക് കളർ ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കരധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് ഇതിന് ഒരു ഓറഞ്ച് നിറമാണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് നിറമാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സിന്റെ യഥാർത്ഥ കളർ ബ്ലാക്ക് അല്ല, അത് ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറാണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ കൃത്യമായി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് എന്നൊരു പേര് ഇതിനെ ഓറഞ്ച് ബോക്സ് അല്ലേ കൃത്യമായിട്ട് വിളിക്കേണ്ടത്? എന്നാൽ അതാണോ ഇതിനെ വിളിക്കുന്നത്? അല്ല, മറിച്ച് ബ്ലാക്ക് ബോക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് എന്നുള്ള പേര് ഈ പറയുന്ന ഉപകരണത്തിന് എങ്ങനെയാണ് വന്നെന്ന് നോക്കിയാൽ നമ്മൾ കുറച്ച് ചരിത്രം എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം എടുക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്കറിയാം വിമാനങ്ങളും ഡോഗ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വിമാനത്തിൽ അവിടെയും റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് രീതിയിലുള്ള ഒരു ബോക്സ് ആണ് ആ സമയത്ത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ശാസ്ത്രം വളരെയധികം വികസിച്ചു, സാങ്കേതികപരമായ കാര്യങ്ങൾ വളരെയധികം വികസിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുത്തിയാണ് ഇപ്പോൾ പ്രാവർത്തികതയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറുള്ള ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പേര് ആ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് അതേ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ കുറച്ച് ചരിത്രമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ബ്ലാക്ക് ബോക്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ കളറും അത് എങ്ങനെയാണ് ഈ പറയുന്ന കളർ അതിന് വന്നു ചേർന്നത്, അതിന്റെ ചരിത്രവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഉപയോഗത്തെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണോ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ രണ്ട് ഭാഗങ്ങളാണ് മെയിൻലി ഉള്ളത്. ഇതിന്റെ കളർ ഓറഞ്ച് നിറത്തിലാണ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് നിറത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും കുറച്ചു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ സാങ്കേതികപരമായ രീതി നോക്കുമ്പോൾ ഇതിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നിനെ നമ്മൾ FDR എന്ന് പറയും, അത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ആണ്. രണ്ടാമത്തത് CVR എന്ന് പറയും, അത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് സബ് ഡിവൈസും റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി തന്നെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ FDRന്റെ കേസിൽ വരുന്ന സമയത്ത് ഈ വിമാനത്തിന്റെ വേഗം, അതിന്റെ ഉയരം, അതിന്റെ ദിശ, അതിന്റെ എഞ്ചിന്റെ നിര, മറ്റ് ഇതുപോലുള്ള പ്രധാന ഡേറ്റകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് നമ്മൾ FDR മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ CVR ആണെങ്കിൽ പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ, കോക്പിറ്റിലെ മറ്റ് ശബ്ദങ്ങൾ, അലാറം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മെയിൻലി റെക്കോർഡ് ചെയ്യുന്നത് ഈ പറയുന്ന CVR ആണ്. അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, റെക്കോർഡ് ചെയ്യുന്നത് രണ്ട് ഒബ്ജക്റ്റിവിറ്റിയിലുള്ളതാണ്. അതായത് ബ്ലാക്ക് ബോക്സിന്റെ ഡിവൈസ്, ബ്ലാക്ക് ബോക്സ് എന്ന ഡിവൈസ് എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് സബ് യൂണിറ്റിലെ രണ്ടിനും രണ്ട് രീതിയിലുള്ള യൂട്ടിലിറ്റി, രണ്ട് രീതിയിലുള്ള ഉപയോഗമാണ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇതെന്തിനാണ് ഈ ഒരു ഉപകരണം നമ്മൾ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പെട്ടെന്ന് ഏതെങ്കിലും നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മളെ യാത്രാപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള യാത്രാമാനമാണ് നമ്മുടെ വിമാനയാത്ര എന്ന് പറയുന്നത്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഈ പറയുന്ന ആക്സിഡൻസ് കാര്യങ്ങളും വിമാനത്തിന്റെ കേസിൽ നടക്കാറുള്ളൂ. പക്ഷേ നടക്കുകയാണെങ്കിൽ
മിക്കവാറും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ അപകടമായിട്ട് മാറാനുള്ള സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അവിടെ എന്ത് കാരണം കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയാനും മനസ്സിലാക്കാനും പിന്നെ ഇനിമേൽ ഇത്തരത്തിലൊന്ന് ആവർത്തിക്കാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻഫോർമേറ്റീവായിട്ട് റെക്കോർഡിംഗ് ആയിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സസ് എന്ന് പറയുന്ന. അതിനകത്ത് 2 യൂണിറ്റ് ആണുള്ളത്, ഒന്ന് FDR-ഉം മറ്റത് CVR-ഉം. സോ ഇപ്പോൾ നിങ്ങൾക്ക് FDR എന്താണ് CVR എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് എന്താണ് ഇത്, അതിന്റെ പ്രവർത്തനം എന്താണ്, ഉപയോഗം എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ.